ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, അപൂർവമായ അനുഗ്രഹങ്ങൾ നേടിയ മഹാൻ. ആ മഹാനു ജനിച്ച ഓമന മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉപ്പ മകനെ ലാളിച്ചു വളർത്തി ആവശ്യമായ അറിവുകൾ നൽകി. ഉപ്പ വിജ്ഞാനത്തിന്റെ സാഗരമാണ്. ആ സാഗരത്തിൽ നിന്നാണ് പുത്രൻ വിദ്യ നുകർന്നത്. സബൂർ അല്ലാഹുവിന്റെ വേദഗ്രന്ഥം, ഉപ്പാക്ക് ഇറക്കപ്പെട്ട കിതാബ്. ഉപ്പയുടെ അതിമനോഹരമായ സ്വരം അത് കേട്ടാണ് പുത്രൻ വളർന്നത്. സബൂർ പാരായണം എന്തോരനുഭൂതിയാണ്! അത് പകർന്നു തന്നത് ഒരിക്കലും മറക്കാനാവില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ പാരായണം തുടങ്ങിയാൽ പ്രകൃതി പോലും നിശ്ചലമായി പോകും. പക്ഷികളും മൃഗങ്ങളും ഉപ്പായുടെ ചുറ്റും കൂടി നിൽക്കും. ചലനമില്ല, നിശ്ചലരായി ശ്രദ്ധിച്ചു കേൾക്കും. എത്ര വിശന്നാലും പിരിഞ്ഞു പോവില്ല. കേട്ടുകേട്ട് നിൽക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം കുട്ടിക്കാലത്ത് അതെത്ര തവണ കണ്ടിരിക്കുന്നു മറക്കാനാവാത്ത അനുഭവം. സുലൈമാൻ നബി അലൈഹിസ്സലാം ആകാശത്തിലേക്കു നോക്കി അവിടെ മേഘങ്ങൾ മേഞ്ഞു നടക്കുന്നു. സുന്ദരി ദർശിക്കുന്ന കിഴക്കൻ ചക്രവാളം, സൂര്യസ്തമയം നടക്കുന്ന പടിഞ്ഞാറൻ ചക്രവാളം, എത്ര വിസ്മയകരം ആകാശം! അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ്. സുലൈമാൻ നബിയുടെ ഉള്ളം മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഉപ്പയോടൊപ്പം യാത്ര ചെയ്തു. നോക്കെത്താത്ത ദൂരത്തോളം നീണ്ടുപരന്നുകിടക്കുന്ന മരുഭൂമി, മണൽപ്പരപ്പിൽ സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ, മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ, ഭാരം ചുമക്കുന്ന കഴുതകൾ, കുതിച്ചുപായുന്ന കുതിരകൾ, പരുന്തൻ പ്രകൃതിയോട് പടപൊരുതി ജീവിക്കുന്ന മനുഷ്യൻ. അല്ലാഹുവിന്റെ സൃഷ്ടിവൈഭവം. സുലൈമാൻ എന്ന കുട്ടിയുടെ ചിന്തകൾ വളരുന്നു. മനുഷ്യർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവ എണ്ണിനോക്കാനാവില്ല. മനുഷ്യശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. കാഴ്ച, കേൾവി, ചിന്ത, വിചാരം, വികാരങ്ങൾ, ബലം, ഭാവന, എവിടെ എണ്ണിത്തീരാൻ! അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകണം. മനുഷ്യൻ നന്ദികെട്ടവനായി പോകരുത്. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സഹജീവികളെ സഹായിക്കണം. അതെല്ലാം നന്ദി പ്രകടനമാണ്. ഉപ്പായുടെ നിസ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുന്ന നിസ്കാരമാണ്. ഉപ്പായുടെ നോമ്പ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന നോമ്പാണ്. ഉപ്പ നന്ദിയുള്ള അടിമയാകുന്നു, താനും അതുപോലെയായിരിക്കണം. അല്ലാഹുവിന്റെ നന്ദിയുള്ള അടിമയായി തീരണം. കുട്ടിയുടെ ചിന്ത അങ്ങനെയാണ് നീന്തിയത്. ഉപ്പ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. വിനീതനായ അടിമയായി ജീവിക്കുന്ന രാജാവ്, വിനയത്തിന്റെയും ലളിത്യത്തിന്റെയും കേന്ദ്രമായ കൊട്ടാരം. അവിടെ മലക്കുകൾ വരുന്നു, മനുഷ്യരും ജിന്നുകളും വരുന്നു. അവയെല്ലാം മുൻകൂട്ടി അറിയുന്നു. വിശാലമായ രാജ്യം, കാര്യക്ഷമമായ ഭരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉപ്പ വളരെ ബുദ്ധിപരമായി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും കളിയാടുന്നു. കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും സന്തുഷ്ടരാണ്. അവർക്കുവേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പിൽ വരുത്തുന്നു. ക്രമസമാധാന നില വളരെ ഭദ്രമാണ്. സാധാരണക്കാർക്ക് സമാധാനമായി ജീവിക്കാം, തൊഴിലെടുക്കാം, സമ്പാദിക്കാം. അഴിമതിയുടെ കറപുരളാത്ത ഉദ്യോഗസ്ഥന്മാർ. ജനങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രാജാവ്. ജനങ്ങൾ അതേ അളവിൽ സ്നേഹം തിരിച്ചു നൽകുന്നു. ഭരണം കാര്യക്ഷമമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അവയെല്ലാം കുട്ടി കണ്ടുപിടിച്ചു. ഭാവിയിൽ നല്ലൊരു ഭരണാധികാരിയാവാനുള്ള കഴിവുകൾ കുട്ടിക്കാലത്തുതന്നെ നേടിയെടുത്തു. ചിലപ്പോൾ ആളുകൾക്കിടയിൽ തർക്കങ്ങളുണ്ടാവും, വഴക്കും വക്കാണവുമാവും. കേസുപ്പായുടെ മുമ്പിലെത്തും. കുട്ടി വിചാരണ ശ്രദ്ധിക്കും, ഇരുപക്ഷത്തിന്റെയും വാദം കേൾക്കും. കുറ്റവാളി ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും. അയാൾക്ക് നൽകേണ്ട ശിക്ഷയും മനസ്സിൽ കാണും. മിക്കവാറും ഉപ്പായുടെ വിധിയും അങ്ങനെ തന്നെയായിരിക്കും. ഉപ്പായുടെ വിധി വേണ്ടത്ര മെച്ചപ്പെട്ടില്ലെന്ന് തോന്നിയാൽ പുത്രൻ തന്റെ മനസ്സിൽ തോന്നിയത് തുറന്നു പറയും. ഉപ്പ അത് കേട്ട് പുത്രനെ അഭിനന്ദിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ! ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരുമായി കുട്ടി ഇടപെട്ടിരുന്നു. വിലമതിക്കാനാവാത്ത അനുഭവജ്ഞാനമാണ് അതുമൂലം കുട്ടിക്ക് ലഭിച്ചത്. ഉപ്പയെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഓർമ്മകളാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. അവ മനസ്സിന്റെ ചെപ്പിൽ എക്കാലവും ഒളിഞ്ഞിരിക്കും, ഒരിക്കലും മങ്ങലേൽക്കാത്ത ഓർമ്മകൾ. ഉപ്പായുടെ അന്ത്യനിമിഷങ്ങളിൽ ഓർക്കുമ്പോൾ വല്ലാത്ത അതിശയം. ഉപ്പാക്ക് ചില പ്രത്യേക ചിട്ടകളുണ്ടായിരുന്നു. പുറത്തു പോകുമ്പോൾ താൻ താമസിക്കുന്ന വീട് പൂട്ടിയിടും. പുറത്തുനിന്നാർക്കും അകത്ത് കടക്കാനാവില്ല. സ്ത്രീകളും കുട്ടികളും വേലക്കാരുമൊക്കെ വീടിന്റെ മറ്റൊരു ഭാഗത്തുണ്ടാവും. അങ്ങനെയൊരിക്കൽ പുറത്തു പോയതായിരുന്നു. അപ്പോൾ പൂട്ടിയിട്ട മുറിയിൽ ഒരാൾ കയറി. പൂട്ട് പൊളിച്ചില്ല, വാതിൽ തുറന്നില്ല. ഉപ്പ വന്നു, വാതിൽ തുറന്നു. അപ്പോൾ അതാ നിൽക്കുന്നു വിശാലമായ മുറിയുടെ മധ്യത്തിൽ ശാന്തഗംഭീരനായ ഒരാൾ. താങ്കൾ ആരാണ്? പൂട്ടിയിട്ട മുറിയിൽ എങ്ങനെ കടന്നു? അല്പം ഗൗരവത്തിലുള്ള ചോദ്യം. ആഗതന് ഒരു കുലുക്കവുമില്ല. ഗാംഭീര്യം തുളുമ്പുന്ന സ്വരത്തിൽ തന്നെ മറുപടി വന്നു. ഞാൻ രാജാക്കന്മാരെ ഭയപ്പെടാത്തവനാണ്. മലക്കുകൾ എന്നെ തടയുകയില്ല. ഉപ്പ ചിന്താകുലനായി പറഞ്ഞത് ശരിതന്നെ. വീടിന്റെ ഉറപ്പുള്ള വാതിലും ശക്തമായ പൂട്ടും ഇദ്ദേഹത്തിന് തടസ്സമായില്ല. ഇദ്ദേഹം ആരാണ്? അതെ, മലക്കുതന്നെ, മരണത്തിന്റെ മാലാഖ. മരണത്തിന്റെ ദൂതൻ. തന്റെ റൂഹ് ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമയമായിരിക്കുന്നു.
ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചൂരിയെടുക്കാൻ വന്ന മലക്കാണിത് അസ്രായിൽ. അസ്രായിൽ അലൈഹിസ്സലാം സംസാരിച്ചു: ദാവൂദ്, താങ്കൾക്ക് ഈ ദുനിയാവിൽ അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു. താങ്കൾക്ക് കണക്കാക്കപ്പെട്ട ആഹാരവും വെള്ളവും തീർന്നിരിക്കുന്നു. ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ സമയമായിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളുക. ഇനിയൊന്നും പറയാനില്ല, പറയാനുള്ള പദങ്ങളും തീർന്നിരിക്കുന്നു. ഒരു പുരുഷായുസ്സിൽ ഒരാളുടെ നാവിൽ നിന്ന് ഉതിർന്നുവീഴേണ്ട പദങ്ങൾക്കുമുണ്ടല്ലോ കണക്ക്. ഇവിടെ കണക്ക് തീർന്നിരിക്കുന്നു. വിധിക്ക് കീഴടങ്ങി ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചൂരിയെടുത്തു. ശാന്തമായ അന്ത്യം, അനുഗ്രഹീതമായ മരണം. സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ന് 13 വയസ്സുള്ള കുട്ടിയാണ്. ദുഃഖാകുലരായി കുലംകുത്തി ഒഴുകിവരുന്ന ജനക്കൂട്ടത്തെ ആ കുട്ടി കാണുന്നു. മനുഷ്യരുടെ കവിളുകളിൽ കണ്ണീർച്ചാലുകൾ, ദുഃഖം അണപൊട്ടിയൊഴുകുന്നു. നിലക്കാത്ത നെടുവീർപ്പുകൾ, ജനക്കൂട്ടം വലുതായി വരുന്നു. മരച്ചില്ലകളിൽ കിളികൾ കലകലാരവം മുഴക്കിയില്ല, അവ ശോകമൂകമായിരുന്നു. വന്യമൃഗങ്ങൾ ശബ്ദിച്ചില്ല. പ്രകൃതിയുടെ വല്ലാത്ത മരവിപ്പ്. സൂര്യൻ കത്തിജ്വലിച്ചു നിന്നു, ചൂടുകൂടിക്കൂടി വന്നു. മനുഷ്യൻ മഹാസാഗരമായി, ചൂട് അസഹ്യമായി വിയർത്തുകുളിച്ചു. വിദൂര ദിക്കുകളിൽ നിന്നുള്ള മനുഷ്യപ്രവാഹം തുടരുകയാണ്. ചൂടും വിയർപ്പും മനുഷ്യരെ തളർത്തുന്നു. ഖബർ തയ്യാറാക്കപ്പെട്ടു, മയ്യിത്ത് കുളിപ്പിച്ചു, വസ്ത്രത്തിൽ പൊതിഞ്ഞു. ചൂട് കാരണം പുറത്തെടുക്കാൻ പറ്റുന്നില്ല. 40,000-ഓളം പണ്ഡിതന്മാർ, എണ്ണിയാലൊടുങ്ങാത്ത സാധാരണക്കാർ, അവർക്കുമധ്യേ സുലൈമാൻ എന്ന കുട്ടി. ജനങ്ങൾ ചെറുപ്പക്കാരനോട് സഹായം തേടുന്നു. സുലൈമാൻ സഹായിക്കൂ. ജനങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്ക്. അത്ഭുതകരമായ വിജ്ഞാനമാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവർ വിജ്ഞാനം നൽകുന്നു. അതിന് മറ്റൊരാളുടെയും സഹായം വേണ്ട. മനസ്സിൽ തോന്നിപ്പിക്കാം, അതുമതി. സ്വപ്നത്തിൽ കാണിക്കാം, അനുഭവത്തിൽ നിന്ന് പഠിക്കാം. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വിദ്യയെത്തിക്കാനുള്ള മാർഗം അല്ലാഹു തന്നെ സ്വീകരിക്കും. ദാവൂദ് നബി അലിഹിസ്സലാമിന് നൽകിയതുപോലെ മകൻ സുലൈമാൻ നബി അലിഹിസ്സലാമിനും അല്ലാഹു വിജ്ഞാനം നൽകി. വളരെ മികച്ച വിജ്ഞാനം. മനുഷ്യരിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ അങ്ങനെയുള്ള വിജ്ഞാനം ലഭിച്ചിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ അവർക്കു ലഭിച്ച മഹത്തായ വിജ്ഞാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. വിജ്ഞാനം ലഭിച്ചപ്പോൾ പിതാവും പുത്രനും എന്താണ് പറഞ്ഞത്? ആ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാവുന്നു, എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതുമാവുന്നു. അവർ രണ്ടുപേരും പറഞ്ഞു: അല്ലാഹുവിന് സ്തുതി. അവൻ സത്യവിശ്വാസികളായ അടിയാന്മാരിൽ മിക്കവരേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. മുമ്പുള്ളവർക്ക് അപരിചിതമായിരുന്ന പടയങ്കി നിർമ്മാണം അല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചുകൊടുത്തു. ഇരുമ്പുകൊണ്ട് പലവിധ സാമഗ്രികളുണ്ടാക്കാൻ പഠിപ്പിച്ചു. പർവ്വതങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിവു നൽകി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാരം ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായി. ഇവയെല്ലാം അല്ലാഹു നൽകിയ ശ്രേഷ്ഠതകളാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയെന്നത് പിതാവിന്റെയും പുത്രന്റെയും സ്വഭാവമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചു. ഈ കർമ്മം അല്ലാഹുവിനെ സന്തുഷ്ടനാക്കി. പിൽക്കാലത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തപ്പോൾ അല്ലാഹു ഇക്കാര്യം എടുത്തു പറഞ്ഞു. സൂറത്തുന്നംല് പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായമാകുന്നു. അതിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു: തീർച്ചയായും ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകി, രണ്ടാളും പറയുകയും ചെയ്തു: സത്യവിശ്വാസികളായ തന്റെ അടിയാന്മാരിൽ മിക്കവരേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. പുത്രൻ പിതാവിന്റെ അനന്തരാവകാശിയാകുന്നു. ഏതൊക്കെ കാര്യത്തിൽ? നുബൂവത്ത്, രാജാധികാരം, വിജ്ഞാനം. ചില കാര്യങ്ങളിൽ പുത്രൻ പിതാവിനേക്കാൾ മുന്നിട്ടു നിന്നു. ഭരണകാര്യങ്ങളിൽ പുത്രൻ കൂടുതൽ വ്യാപ്തി നേടി. പിശാചുക്കളെയും കാറ്റിനെയും പുത്രന് അധീനപ്പെടുത്തിക്കൊടുത്തു. പുത്രന്റെ കാലത്ത് ഭരണസ്ഥലങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചു. കൂടുതൽ ശക്തമായ ഭരണം നിലവിൽ വന്നു. രാജ്യം ഭരിക്കുന്ന രാജാവിന് നല്ലൊരു സൈന്യം വേണം. സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വളരുമ്പോൾ സൈന്യത്തിന്റെ വലിപ്പവും കൂടണം. രഹസ്യാന്വേഷണ വിഭാഗം ശക്തമാവണം. ശത്രുക്കളുടെ ചലനങ്ങൾ നിരീക്ഷിക്കണം. അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കണം. സ്വന്തം രഹസ്യങ്ങൾ ചോർന്നുപോവാതെ നോക്കുകയും വേണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യത്തിൽ പിശാചുക്കളും ജിന്നുകളും ഉണ്ടായിരുന്നു. അവർ ശക്തന്മാരാണ്. അവരെക്കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നു. സൈന്യത്തിലെ മറ്റൊരു വിഭാഗം പക്ഷികളായിരുന്നു. വിവരങ്ങൾ ശേഖരിക്കാനും സന്ദേശങ്ങൾ കൈമാറാനും പക്ഷികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. മനുഷ്യരെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ജോലികൾ ജിന്നുകളെക്കൊണ്ടും പിശാചുക്കളെക്കൊണ്ടും ചെയ്യിച്ചിരുന്നു. സാധാരണഗതിയിൽ പിശാചുക്കളും ജിന്നുകളും മനുഷ്യരുടെ കൽപ്പനകൾക്കൊത്തു ജീവിക്കാനാഗ്രഹിക്കുകയില്ല. മനുഷ്യരെ അവർ വഴിതെറ്റിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനാകുന്നു. ആ മനുഷ്യൻ ജിന്നുകളെയും പിശാചുക്കളെയും നിയന്ത്രിക്കുന്നു. അദ്ദേഹം കൽപ്പിക്കും, അവരനുസരിക്കും. ഇത് അത്ഭുതകരമായ അവസ്ഥ. പിതാവിന് ഇരുമ്പിന്റെ പ്രയോഗമാണ് അല്ലാഹു പഠിപ്പിച്ചുകൊടുത്തത്. മകന് ചെമ്പിന്റെ പ്രയോഗം പഠിപ്പിച്ചുകൊടുത്തു. ഉരുക്കിയൊഴിക്കുന്ന ചെമ്പ് ദ്രാവകരൂപം. അതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം. ഉരുകിയ ചെമ്പ് ലഭിക്കുന്ന സ്ഥലം കണ്ടെത്തി. ചെമ്പുവനിയിലെ ജോലി.
കടുത്ത ജോലി തന്നെ കടുത്ത ജോലികൾ ചെയ്യാൻ പിശാചുക്കളോടും ജിന്നുകളോടും കൽപ്പിച്ചു. അവർ അനുസരിച്ചു. അനുസരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അനുസരണക്കേട് കാണിച്ചാൽ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. പിശാചുക്കളും ജിന്നുകളും ശിക്ഷ ഭയന്നു ചിലപ്പോഴൊക്കെ കുതറിയോടാൻ ശ്രമിച്ചു. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അനുസരണയോടെ ജീവിച്ചു. കാറ്റ് പ്രതീക്ഷയാണ്. കാറ്റ് പേടിസ്വപ്നമാണ്. ഇളം കാറ്റിനെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? കൊടുങ്കാറ്റിനെ ആരാണ് ഭയപ്പെടാത്തത്? കരയിലും കടലിലും കാറ്റടിക്കുന്നു. കൊടുങ്കാറ്റ് നാശം വിതയ്ക്കുന്നു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ലോകശക്തികൾ കൊടുങ്കാറ്റും കാട്ടുതീയും വരുമ്പോൾ പകച്ചു നിൽക്കുകയാണ്. ആദ്യം കാറ്റ്, പിന്നെ പേമാരി തുടർന്നു. പ്രളയം, മനുഷ്യവാസകേന്ദ്രങ്ങൾ തകർന്നു തരിപ്പണമാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കിഴക്കൻ ലോകത്തും പടിഞ്ഞാറൻ ലോകത്തും ഈ നൂറ്റാണ്ടിൽ തന്നെ എത്ര തവണ ആവർത്തിക്കപ്പെട്ടു. ആ കാറ്റിനെ സുലൈമാൻ നബി അലിഹിസ്സലാമിന് അല്ലാഹു അധീനപ്പെടുത്തിക്കൊടുത്തു. നബിയുടെ കൽപ്പനയനുസരിച്ച് കാറ്റടിക്കും. നബിയുടെ കൽപ്പന വരുമ്പോൾ കാറ്റടങ്ങും. സുലൈമാൻ നബി അലിഹിസ്സലാമിന് മാത്രം ലഭിച്ച അനുഗ്രഹം. രാവിലെ യാത്രയ്ക്കൊരുങ്ങുന്നു. പിശാചുക്കൾ വിരിപ്പ് വിരിക്കും. അതിന്റെ മധ്യത്തിൽ വിലകൂടിയ സിംഹാസനം സ്ഥാപിക്കും. അതിനു ചുറ്റും ധാരാളം ഇരിപ്പിടങ്ങൾ. പിശാചുക്കളും ജിന്നുകളും മനുഷ്യരും അവയിലാണ് ഇരിക്കേണ്ടത്. സുലൈമാൻ നബി അലിഹിസ്സലാം സിംഹാസനത്തിലിരിക്കുന്നു. ഉടനെ മറ്റുള്ളവരും ഇരിക്കുന്നു. സുലൈമാൻ നബി അലിഹിസ്സലാം കാറ്റിന് കൽപ്പന കൊടുക്കുന്നു. ഉടനെ കാറ്റടിക്കുന്നു. ശക്തിയായ കാറ്റ്. കാറ്റിന്റെ ശക്തിയിൽ വിരിപ്പുയരുന്നു. വായുവിലൂടെ അത് നീങ്ങുന്നു. നല്ല വേഗതയിൽ കാറ്റ് ശക്തമാണെങ്കിലും യാത്രക്കാർക്ക് സാധാരണ നിലയിലുള്ള സുഖകരമായ കാറ്റായാണ് അനുഭവപ്പെടുന്നത്. രാവിലെയുള്ള സുഖയാത്ര. 1 മാസത്തെ വഴിദൂരമുള്ള സ്ഥലത്തേക്ക് അവർ ആ പ്രഭാതത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അന്നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്ന് പകൽ തന്നെ ചെയ്തു തീർക്കുന്നു. അന്ന് വൈകുന്നേരം ഇതേപോലെ മടങ്ങിപ്പോവുന്നു. രാവിലെ 1 മാസത്തെ വഴിദൂരം സഞ്ചരിക്കുന്നു. വൈകുന്നേരം 1 മാസത്തെ വഴിദൂരം സഞ്ചരിക്കുന്നു. ഒരു പ്രഭാതവും സായാഹ്നവും കൊണ്ട് 2 മാസത്തെ വഴി ദൂരം സഞ്ചരിക്കുന്നു. മറ്റൊരു രാജാവിനും ഈ അനുഗ്രഹം ലഭിച്ചില്ല. അവർ ഭൂമിയിലൂടെ 1 മാസം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രഭാതം കൊണ്ട് എത്തിച്ചേരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തലസ്ഥാനം ബൈത്തുൽ മുഖദ്ദസാകുന്നു. അവിടെ നിന്നാണ് മിക്കപ്പോഴും യാത്ര തുടങ്ങുക. ഫലസ്തീനിലും പരിസര രാജ്യങ്ങളിലും സഞ്ചരിക്കും. കിഴക്കൻ ലോകവും പടിഞ്ഞാറൻ ലോകവും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നന്നായറിയാമായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിലക്കുവെങ്ങി പായക്കപ്പലുകളിൽ കയറ്റിക്കൊണ്ടുപോയിരുന്നു. പടിഞ്ഞാറൻ ലോകവുമായി വ്യാപാരബന്ധം നിലനിന്നിരുന്നു. കാറ്റിന്റെ ശക്തി കൊണ്ടാണ് കപ്പലുകൾ നീങ്ങിയിരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ മറ്റൊരു അനുഗ്രഹം പറയാം. ചെമ്പ് ഉരുക്കിയൊഴിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലാഹു അറിവ് നൽകി. മാസത്തിൽ 3 രാവും പകലും ചെമ്പ് ഉരുകിയൊഴുകും. ഉരുകിയ ചെമ്പ് കോരിയെടുത്ത് പാത്രങ്ങളും മറ്റുമുണ്ടാക്കാൻ ജിന്നുകളെ ചുമതലപ്പെടുത്തി. വളരെ വലിയ പാത്രങ്ങളാണവർ നിർമ്മിച്ചത്. 1000 പേർക്ക് വട്ടമിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. 3 കാലുള്ള വലിയ ചെമ്പുപാത്രങ്ങൾ നിർമ്മിച്ചു. അതിലാണ് ഭക്ഷണം പാകം ചെയ്യുക. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് തള്ളിമാറ്റാൻ കഴിയാത്ത അത്ര ഭാരം കാണും. ഇത്തരം പാത്രങ്ങൾ എത്രയെണ്ണം കാണുമെന്നോ? ആയിരക്കണക്കിൽ വരും. ഒരു സന്ദർഭത്തിൽ 10,000 പാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്തിരുന്നു. ഓരോ പാചകക്കാരൻ, നിരവധി സഹായികൾ. പാചകപ്പുരയുടെ വലിപ്പം എത്രയായിരിക്കും? കല്ലുകൊണ്ടുള്ള അനേകം പാത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കല്ലുകൊണ്ടുള്ള ഒരു പാത്രത്തിൽ 10 ഒട്ടകത്തിന്റെ മാംസം കൊള്ളും. ഓരോ ദിവസവും പാകം ചെയ്യപ്പെടുന്ന ആഹാരത്തിന്റെ അളവ് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതെല്ലാം തിന്നു തീർക്കാൻ മാത്രം മനുഷ്യർ അവിടെ വന്നിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അന്നദാനം എല്ലാ നാടുകളിലും പ്രസിദ്ധമാണ്. സദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി നാനാ ദിക്കുകളിൽ നിന്നും 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയിരുന്നത്. സമൃദ്ധമായ സദ്യ പാവപ്പെട്ടവർക്കുള്ളതാണ്. സാധാരണക്കാരുമൊക്കെ അതിൽ പങ്കെടുക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സദ്യ കഴിക്കാറില്ല. അദ്ദേഹം പകൽ നോമ്പു നോൽക്കുകയും പകൽ തൊട്ടികൾ നെയ്തെടുക്കുകയും അവ അങ്ങാടിയിൽ വിൽക്കും. എന്നിട്ട് ഗോതമ്പ് റൊട്ടി വാങ്ങും. അത് കഴിച്ചാണ് നോമ്പു തുറക്കുക. ഏതെങ്കിലും അഗതികളെ കണ്ടാൽ വിളിച്ചുകൊണ്ടുവന്ന് കൂടെയിരുത്തും. എത്ര ഹൃദ്യമായ നോമ്പതുറ! സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റിനെ അധീനപ്പെടുത്തിക്കൊടുത്ത വിവരവും ചെമ്പിന്റെ ദ്രാവകം കാണിച്ചുകൊടുത്ത സംഭവവും സൂറത്തുസ്സബയിൽ കാണാം. ജിന്നുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനു വേണ്ടി ഏതൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത് അതറിയാൻ പരിശുദ്ധ ഖുർആൻ തന്നെ നോക്കിയാൽ മതി. വലിയ മണ്ഡപങ്ങൾ നിർമ്മിച്ചു. ഖുർആനിൽ ഇതിന് മഹാരിബ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിഹ്റാബ് എന്നതിന്റെ ബഹുവചനം. കൂറ്റൻ കെട്ടിടം, മനോഹരമായ മന്ദിരം എന്നൊക്കെ മനസ്സിലാക്കാം. വലിയ കല്ലുകൾ ഉപയോഗിച്ച് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മനുഷ്യർക്കതിന് കഴിയില്ല. വെള്ളം നിറച്ചുവെക്കാനുള്ള പടുകൂറ്റൻ തൊട്ടിപ്പാത്രങ്ങൾ നിർമ്മിച്ചു. അതിൽ വെള്ളം നിറച്ചാൽ ഒരു ജലാശയം പോലെയിരിക്കും.
പാചകം ചെയ്യാനുള്ള പടുകൂറ്റൻ പാത്രങ്ങൾ നിർമ്മിച്ചു. ഇതിന് കിടാറങ്ങൾ എന്നു പറയുന്നു. അത് ഇളക്കിമാറ്റാനൊന്നും സാധ്യമല്ല. ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്നതെന്തോ അതൊക്കെ അവർ നിർമ്മിച്ചു കൊടുത്തിരുന്നു. ഇത് വലിയ അനുഗ്രഹങ്ങളാണ്. ഇതിന് ദാവൂദ് നബിയുടെ കുടുംബം നന്ദിയുള്ളവരായിരിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. ഓരോ മനുഷ്യനും അല്ലാഹുവിൽ നിന്ന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ നന്ദിയുള്ളവർ വളരെ കുറവാകുന്നു. ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഷാം, ഫലസ്തീൻ, സമീപ പ്രദേശങ്ങൾ പൗരാണിക കാലം മുതൽക്കേ ജനവാസമുള്ള നാടുകൾ. കിഴക്കൻ ലോകവും പടിഞ്ഞാറൻ ലോകവും സന്ധിക്കുന്നതിവിടെയാണ്. പൗരാണിക മനുഷ്യനാഗരികത വളർന്ന മണ്ണ് മധ്യധരണ്യാഴി സമീപത്തു തന്നെയാണ്. മധ്യധരണ്യാഴിയിലൂടെ പടിഞ്ഞാറൻ ലോകത്തേക്ക് സഞ്ചരിക്കാം. കപ്പലുകൾ വേണ്ടത്രയുണ്ട്. സഞ്ചാരികളുണ്ട്, കപ്പിത്താന്മാരുണ്ട്, പാശ്ചാത്യർക്കുവേണ്ട കച്ചവടച്ചരക്കുകളുമുണ്ട്. എല്ലാമുണ്ട്. ഇനി ഒറ്റക്കാര്യം ശരിയായാൽ മതി, കാറ്റിന്റെ ഗതി അനുകൂലമാവുക. കാറ്റിനെ അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധീനപ്പെടുത്തിക്കൊടുത്തിരിക്കുകയാണല്ലോ. കൽപ്പിച്ചാൽ മതി, അനുസരിക്കും. കപ്പലുകളിൽ ചരക്കുകൾ നിറച്ച് സഞ്ചാരികൾ കയറി. കപ്പിത്താന്മാർ വന്നു. നിരവധി കപ്പലുകൾ പായകൾ വിടർത്തി. അതിമനോഹരമായ കാഴ്ച. ആ കാഴ്ച കാണാൻ കടൽത്തീരം നിറയെ ആളുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാം വന്നു. കാറ്റിന് കൽപ്പന കിട്ടി. പെട്ടെന്ന് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റുവീശി. കപ്പലുകൾ അതിവേഗം അകന്നുകന്നുപോയി. എത്രയോ മനോഹരമായ കാഴ്ച. സത്യവിശ്വാസികൾ അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. മധ്യധരണ്യാഴി തീരത്ത് പല തുറമുഖങ്ങളുമുണ്ട്. സൂർ, യാഫ എന്നിവ ചരിത്രപ്രസിദ്ധമായ തുറമുഖങ്ങളാണ്. ധാരാളം കപ്പലുകൾ വന്നുപോകുന്ന കേന്ദ്രങ്ങൾ. പ്രസിദ്ധമായ ചെങ്കടൽ സമീപത്തു തന്നെയാണ്. ചെങ്കടലിലൂടെ കടന്നുപോയ കപ്പലുകൾക്കുണ്ടോ വല്ല കണക്കും. ഇന്ത്യയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും കച്ചവടബന്ധം നിലനിർത്തിയിരുന്നത് ചെങ്കടൽ വഴിയായിരുന്നു. ചെങ്കടൽ തീരത്തും ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു. പൗരാണിക ചരിത്രത്തിൽ പരക്കുന്ന ഐല തുറമുഖം ചെങ്കടലിന്റെ ശാഖയായ അൽ അഖബ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്നു. കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പുറപ്പെടാൻ ചെങ്കടൽ തീരത്ത് നിരവധി കപ്പലുകൾ ഒരുങ്ങി നിൽക്കുന്നു. ഈത്തപ്പഴം, അത്തിപ്പഴം, മുന്തിരി എന്നിവയുടെ വലിയ കെട്ടുകൾ കപ്പലുകളിലുണ്ട്. കച്ചവടക്കാരും കപ്പിത്താന്മാരും കയറി. കാറ്റിന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന കിട്ടി. കാറ്റ് വീശി. കിഴക്കൻ ദേശത്തേക്ക് കാറ്റടിച്ചു. പായകൾ നിവർന്നു. കാറ്റ് അവയെ കിഴക്കോട്ട് നയിച്ചു. കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾ, അല്ലാഹു അനുഗ്രഹിച്ച നാടുകൾ, അവിടുത്തെ വിളവുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. വനങ്ങൾ മറ്റൊരു അനുഗ്രഹമാണ്. വനങ്ങളിലെ വിഭവങ്ങൾ മഹത്തായ അനുഗ്രഹം തന്നെ. അവയെല്ലാം കപ്പലുകളിൽ വന്നുചേരും. കടലും കരയും കാറ്റും അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തിക്കൊടുത്തു. പടിഞ്ഞാറൻ നാടുകളിൽ നിന്നും കിഴക്കൻ നാടുകളിൽ നിന്നും കപ്പലുകൾ എത്തിച്ചേരുന്ന ദിവസം എല്ലാവർക്കും സന്തോഷമാണ്. ഫലസ്തീൻ ആകർഷകതീരമായിത്തീരും. അന്നാട്ടിൽ വിളയാത്ത എന്തെല്ലാം വിഭവങ്ങളാണ് വന്നുചേരുന്നത്. ഇന്ത്യയിൽ നിന്നെത്തിയ മൃഗങ്ങൾ, മനോഹരമായ പക്ഷികൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, വനവിഭവങ്ങൾ. കണ്ടിട്ടും കണ്ടിട്ടും മതിവരുന്നില്ല മയിലുകൾ. അവയുടെ ചലനങ്ങൾ, പീലി വിടർത്തി നൃത്തം ചെയ്യുന്ന മയിലുകൾ. എല്ലാം കണ്ടാനന്ദിക്കുന്നു. ഒപ്പം അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. സമുദ്രങ്ങൾ, അനുഗ്രഹങ്ങളുടെ കലവറകൾ. വിലമതിക്കാനാവാത്ത മുത്തും പവിഴവും സമുദ്രാന്തർഭാഗത്തുണ്ട്. ലോകമെങ്ങും അതിനു പ്രിയമാണ്. ലോകമെമ്പാടുമുള്ള രാജാക്കന്മാർക്ക് അവ വേണം. കൊട്ടാരത്തിൽ മുത്തും പവിഴവും അമൂല്യരത്നങ്ങളും ഉണ്ടാവുന്നത് ഒരന്തസ്സ് തന്നെയാണ്. രാജകുമാരികൾക്ക് ധരിക്കാൻ മുത്തുകോർത്ത മാല തന്നെ വേണം. കിട്ടാൻ വളരെ പ്രയാസമുള്ള സാധനങ്ങളാണവ. ഒരു രാജാവിന്റെ കൈവശം മുത്തും പവിഴവുമുണ്ടെന്ന് കേട്ടാൽ മറ്റ് രാജാക്കന്മാർക്ക് അസൂയയാണ്. അസൂയ മൂത്ത് അവർ യുദ്ധത്തിനിറങ്ങും. യുദ്ധം ചെയ്തു രാജാവിനെ തോൽപ്പിക്കും. ചിലപ്പോൾ വധിക്കും. എന്നിട്ട് മുത്തും പവിഴവും കൈവശപ്പെടുത്തും. അവ കൈവശമുള്ളവർ എപ്പോഴും അതീവ ജാഗ്രതയിലായിരിക്കും. കാവൽക്കാർ ഉറക്കമൊഴിച്ചു കാവലിരിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൈവശം എല്ലാത്തരം രത്നങ്ങളുമുണ്ട്. മുത്തും മാണിക്യവും ഇഷ്ടംപോലെയുണ്ട്. കപ്പലുകളിൽ കയറ്റി അയക്കും. വനവിഭവങ്ങളും നാടൻ ഉൽപ്പന്നങ്ങളും വാങ്ങി പകരം കപ്പൽക്കാർ നൽകുന്നത് മുത്തും പവിഴവും. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകരാജാക്കന്മാർക്കെല്ലാം പാരിതോഷികമായി കൊടുത്തുയക്കുന്നതും മുത്തും പവിഴവും മറ്റ് രത്നങ്ങളുമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയേറെ മുത്തുകൾ? സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന്. മനുഷ്യർക്ക് അത്രയും ആഴത്തിൽ മുങ്ങി അവയെടുക്കാൻ സാധ്യമല്ല. പിന്നെ ആരെടുക്കും? പിശാചുക്കൾ. അല്ലാഹു പിശാചുക്കളെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധീനപ്പെടുത്തിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്ത് കൽപ്പിക്കുന്നുവോ അത് പിശാചുക്കൾ അനുസരിക്കും. വിശാലമായ കടൽത്തീരം. അവിടെ വമ്പിച്ച ജനക്കൂട്ടം. അത്ഭുതം നടക്കാൻ പോവുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം വന്നു. ശൈത്താന്മാരെ വിളിച്ചു. അവ അനുസരണയോടെ വന്നു നിന്നു. സമുദ്രത്തിൽ മുങ്ങുക, മുത്തും പവിഴവും വാരിക്കൊണ്ടുവരിക സുലൈമാൻ നബി അലൈഹിസ്സലാം കൽപ്പിച്ചു.
ശൈത്താന്മാർ സമുദ്രത്തിൽ ചാടിമറഞ്ഞു. ഏറെ കഴിഞ്ഞില്ല, അവർ കൂട്ടത്തോടെ പൊന്തിവരുന്നു. കൈനിറയെ മുത്തും പവിഴവും ആവേശവും ആഹ്ലാദവും അലയടിച്ച ഉയരുന്നു. കടലിൽ മുങ്ങിമുത്തും പവിഴവും ശേഖരിക്കുന്ന ജോലി മാത്രമല്ല പിശാചുക്കൾ ചെയ്തിരുന്നത്. പടുകൂറ്റൻ സാധനങ്ങൾ പിശാചുക്കൾ നിർമ്മിച്ചുകൊടുത്തു. യാത്രാസൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. ആവശ്യമായ എല്ലാ സേവനങ്ങളും ചെയ്തുപോന്നു. 2 സ്ത്രീകൾ യാത്ര ചെയ്യുന്നു. ഒരാൾക്ക് ഉയരം കൂടുതലുണ്ട്, മറ്റവൾക്ക് ഉയരം കുറവ്. ഇരുവരുടെയും ഓരോ കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. കുട്ടികളുടെ കൊഞ്ചലും വർത്തമാനവും ആസ്വദിച്ചുകൊണ്ടാണവർ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ഒരത്യാഹിതം സംഭവിച്ചു. ചെന്നായ വന്നു ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. പെണ്ണുങ്ങൾ ബഹളമുണ്ടാക്കി ഉറക്കെ കരഞ്ഞു. ഒരു കുട്ടി പോയി, ബാക്കി വന്നത് ഒരു കുട്ടി മാത്രം. അതാരുടെ കുട്ടി? ഇതെന്റെ കുട്ടിയാണ്. നിന്റെ കുട്ടിയെ ചെന്നായ കൊന്നു. പൊക്കമുള്ള സ്ത്രീ പറഞ്ഞു. നീ പറഞ്ഞത് കളവാണ്. ഇതെന്റെ കുട്ടിയാണ്. നിന്റെ കുട്ടിയെ ചെന്നായ കൊണ്ടുപോയി. ടെസ്കുറിയ സ്ത്രീ തിരിച്ചുപിടിച്ചു. വഴക്ക് മൂത്ത് കേസ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാം 2 പേരെയും ചോദ്യം ചെയ്തു. ഇരുവരും തങ്ങളുടെ വാദത്തിൽ ഉറച്ചുനിന്നു. അവകാശവാദം ഉന്നയിക്കുകയും കരയുകയും ചെയ്തു. എങ്ങനെ സത്യം മനസ്സിലാക്കും? പെട്ടെന്നൊരു യുക്തി തോന്നി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രഖ്യാപിച്ചു: കുട്ടിയെ 2ആയി പിളർക്കാം. ഓരോ ഭാഗം ഓരോരുത്തർക്കും തരാം. എന്താ, അതുപോരെ? മതി, അത് മതി. പൊക്കം കൂടിയ സ്ത്രീ പെട്ടെന്ന് സമ്മതിച്ചു. ഒരു കത്തിയുമായി എത്തി. കുറിയ സ്ത്രീ എങ്ങലടിച്ചു കരയാൻ തുടങ്ങി. നബിയെ, കുട്ടിയെ കൊല്ലരുത്. എനിക്ക് കുട്ടിയെ വേണ്ട, അവൾക്ക് കൊടുത്തോളൂ. കുറിയ സ്ത്രീ അറിയിച്ചു. നബിക്ക് സത്യം മനസ്സിലായി. കുറിയ സ്ത്രീയാണ് കുട്ടിയുടെ അവകാശി. കുട്ടിയെ അവൾക്ക് നൽകി. മറ്റൊരു സംഭവം കൂടി പറയാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബുദ്ധിശക്തി വെളിപ്പെടുത്തുന്ന സംഭവം. ബുദ്ധി അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അത് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. വിജ്ഞാനവും അനുഭവങ്ങളും ബുദ്ധിവികാസത്തെ സഹായിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരുവരും പ്രവാചകന്മാർ. ഭരണാധികാരികളും. സമൂഹത്തിലെ ഉന്നത മേഖലകളിലെ പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നു. സമൂഹത്തിലെ താഴേക്കിടക്കാരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവരുടെ പരിഗണനയിൽ വരുന്നു. അതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. ഒരാളുടെ കുറേ ആടുകൾ മറ്റൊരാളുടെ വിള തിന്നു നശിപ്പിച്ചു. കർഷകൻ പരാതിയുമായി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിലെത്തുന്നു. കൃഷിയുടെ ഉടമ പറഞ്ഞതെല്ലാം ദാവൂദ് നബി അലൈഹിസ്സലാം കേട്ടു. ആടുകളുടെ ഉടമസ്ഥനെ ചോദ്യം ചെയ്തു. നശിച്ച കൃഷിയുടെ വില കണക്കാക്കി. ആടുകളുടെ വിലയും നോക്കി. അവ സമമാകുന്നതായി അദ്ദേഹത്തിന് തോന്നി. നശിച്ച കൃഷിക്കു പകരം ആടുകളെ നൽകുക, അതായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വിധി. കൃഷി പോയി, പകരം ആടുകളെ കിട്ടി. കർഷകന് നഷ്ടമില്ല, ആടുകളുടെ ഉടമസ്ഥന് ആടുകൾ നഷ്ടമായി. ഒന്നും കിട്ടാനില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം 11 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിക്കേസിൽ വിധി പറയാൻ തയ്യാറായി. പിതാവ് അത് കേൾക്കാനും തയ്യാറായി. കുട്ടിയുടെ വിധി ഇങ്ങനെയായിരുന്നു: ആടുകളുടെ ഉടമസ്ഥൻ നഷ്ടപ്പെട്ട കൃഷി പരിപാലിച്ചു വളർത്തിയെടുക്കുക. കൃഷി പൂർവ്വസ്ഥിതിയിലെത്തുന്നവരെ ഇത് തുടരണം. അത്രയും കാലം ആടുകളെ കർഷകൻ സൂക്ഷിക്കണം. അക്കാലത്ത് ആടുകളുടെ പാൽ, രോമം, പിറക്കുന്ന കുഞ്ഞുങ്ങൾ എന്നിവ കർഷകനെടുക്കും. കൃഷി പൂർവ്വസ്ഥിതിയിലെത്തിയാൽ കർഷകനെ ഏൽപ്പിക്കുക. അപ്പോൾ കർഷകൻ ആടുകളെ മടക്കിക്കൊടുക്കുകയും വേണം. 2 പേർക്കും വിധി സന്തോഷകരമായി. ദാവൂദ് നബി അലൈഹിസ്സലാമിനും സന്തോഷം. 2 പ്രവാചകന്മാർക്ക് ബുദ്ധിശക്തിയും ചിന്തയും നൽകിയത് അല്ലാഹുവാണ്. അധികാരം നൽകിയതും പ്രവാചകത്വം നൽകിയതും അവൻ തന്നെ. എപ്പോഴും അവർ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിരുന്നു. അവരുടെ നന്ദി അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. ശംവിൽ നബി അലിഹിസ്സലാമിന്റെ കാലത്ത് ഇസ്രായേല്യർ ഫലസ്തീൻകാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇസ്രായേല്യരുടെ നേതാവ് താലൂത്തായിരുന്നു. ആ സൈന്യത്തിൽ ദാവൂദ് എന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആടിനെ മേച്ചു നടന്ന ആ ചെറുപ്പക്കാരൻ പ്രസിദ്ധനായിരുന്നില്ല. ഫലസ്തീൻകാരുടെ പടത്തലവൻ ജാലൂത്തായിരുന്നു. ദാവൂദ് നബി ജാലൂത്തിനെ യുദ്ധത്തിൽ വധിച്ചു. അതോടെ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രസിദ്ധനായിത്തീർന്നു. ശത്രുക്കളും മിത്രങ്ങളും ആ പേര് പറയാൻ തുടങ്ങി. സർവശക്തനായ അല്ലാഹു ദാവൂദിനെ നബിയായി നിയോഗിച്ചു. രാജാധികാരവും നൽകി. ആടിനെ മേച്ചു നടന്ന യുവാവ് നാടുഭരിക്കുന്ന രാജാവായി. അതിനാവശ്യമായ വിജ്ഞാനവും യുക്തിയും ബുദ്ധിവൈഭവവും നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാം 100 കൊല്ലം ജീവിച്ചു. ധന്യമായ ഒരു നൂറ്റാണ്ടുകാലത്തെ ജീവിതം. അതു കണ്ടുപഠിക്കുകയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. തെളിഞ്ഞ ആകാശം, അനുകൂലമായ കാലാവസ്ഥ, യാത്രയ്ക്കു പറ്റിയ സമയം. യാത്രയുടെ സമയം പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും കൽപ്പന കിട്ടി. വൻ സൈന്യവും യാത്രയ്ക്കു സജ്ജമാവുകയാണ്. ഒട്ടകങ്ങൾ, കുതിരകൾ, കഴുതകൾ, മനുഷ്യൻ, ജിന്നുകൾ, ശൈത്വാന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ
ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, പടക്കോപ്പുകൾ, മറ്റ് സജ്ജീകരണങ്ങൾ. മികച്ച പരിശീലനം നേടിയ സൈന്യം കുറഞ്ഞ സമയം കൊണ്ട് അവർ സ്വയം സജ്ജമായി കഴിഞ്ഞു. അണിയൊപ്പിച്ചു ഒന്നിച്ചു നീങ്ങണം. അണിവിട്ടൊരൽപ്പം മുമ്പോട്ടോ പിന്നോട്ടോ മാറാൻ പറ്റില്ല. തികഞ്ഞ അച്ചടക്കത്തോടെ നീങ്ങണം. സുലൈമാൻ നബി അലൈഹിസ്സലാം അഗ്രഗാമിയായി ഇനി യാത്ര പുറപ്പെടുകയായി. വൻ സൈന്യവും നീങ്ങി പറവകൾ തണലിട്ടുകൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ചുറ്റും ശ്രദ്ധിക്കുന്നു. ജീവജാലങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നു. ദൂരെ നിന്നൊരു ചെറിയ ശബ്ദം കാറ്റിലൂടെ ഒഴുകിവരുന്നു. ആ ശബ്ദം കാറ്റ് നബിയുടെ ചെവിയിലെത്തിച്ചു. അതൊരു ഉറുമ്പിന്റെ ശബ്ദമായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു. ഉറുമ്പ് തന്റെ സമൂഹത്തോട് പറയുന്നു, സഹോദരങ്ങളെ, ആരും പുറത്തിറങ്ങരുത്. സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്. അവർ അശ്രദ്ധമായി നിങ്ങളെ ചവിട്ടി ഞെരിച്ചു കളഞ്ഞേക്കാം. നിങ്ങൾ മാളങ്ങളിൽ അഭയം തേടിക്കൊള്ളുക. ഉറുമ്പുകളുടെ റാണി അവരുടെ പ്രജകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് കിട്ടിയ ഉറുമ്പുകൾ പാർപ്പിടങ്ങൾ നോക്കി സഞ്ചരിച്ചു. ആയിരക്കണക്കായ ഉറുമ്പുകൾ ചാലിട്ട് സഞ്ചരിക്കുകയായിരുന്നു. ആ പ്രദേശത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വാദിന്നംല് എന്ന പേരിലാണ്. വാദി എന്നാൽ താഴ്വര, നംല് എന്നാൽ ഉറുമ്പ്. വാദിന്നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ താഴ്വര. ഉറുമ്പുകളുടെ സാമൂഹിക ജീവിതം ശ്രദ്ധേയമാണ്. അവ സമൂഹമായി ജീവിക്കുന്നു, താമസിക്കാൻ അറകളുണ്ടാക്കുന്നു, ഒന്നിച്ചു സഞ്ചരിക്കുന്നു, ആഹാരം സമ്പാദിക്കുന്നു, ആഹാരസാധനങ്ങൾ സൂക്ഷിച്ചുവെക്കുന്നു. അനുസരണശീലവും അച്ചടക്കവുമുള്ളവർ. അനുയായികളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ള നേതാക്കൾ. ഭക്ഷ്യവസ്തുക്കളുള്ള സ്ഥലം അവ മണത്തറിയുന്നു. ഉടനെ സന്ദേശം കൈമാറുന്നു. ആയിരങ്ങൾ ഒത്തുചേരും, ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കും. നനഞ്ഞതാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കും. വാദിന്നംല് എവിടെയായിരുന്നു? അത് ഷാമിലായിരുന്നുവെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ത്വായിഫിലായിരുന്നുവെന്നാണ് മറ്റൊരഭിപ്രായം. വാദിന്നംല് ജാബ്രീനിന്നും അസ്ബലാനിന്നും ഇടയിലായിരുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ജാബ്രീൽ, അസ്ബലാൻ എന്നിവ ഷാമിൽപ്പെട്ട പ്രദേശങ്ങളാകുന്നു. അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഉറുമ്പ് റാണിയുടെ പേര് ഹറസ് എന്നായിരുന്നു. ഇത് ബനൂശീസ്യാൻ വർഗത്തിൽപ്പെട്ട ഉറുമ്പായിരുന്നു. ഉറുമ്പ് റാണിയുടെ പേര് ജുർമ എന്നാണെന്ന് പറഞ്ഞവരും ത്വാവിയ എന്നാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലിഹിസ്സലാം ചിരിച്ചുപോയി. തന്റെ സൈന്യത്തിൽ നല്ലൊരു വിഭാഗം കുതിരകളാണ്. പടക്കുതിരകളുടെ കുളമ്പിന്റെ ചവിട്ടേറ്റ് ഉറുമ്പുകൾക്ക് നാശം പറ്റും എന്ന് ഉറുമ്പ് റാണി മനസ്സിലാക്കി. വമ്പിച്ച സൈന്യവും വരുന്നുണ്ടെന്ന് ഉറുമ്പ് റാണി എങ്ങനെ മനസ്സിലാക്കി? അല്ലാഹു അവർക്കറിയിച്ചുകൊടുത്തു. സുലൈമാൻ നബി അലിഹിസ്സലാം അല്പനേരം ചിന്താധീനനായി നിന്നുപോയി. അല്ലാഹുവേ, നിന്റെ സൃഷ്ടിവൈഭവം! ഉറുമ്പുകൾ എത്ര ചെറിയ ജീവികൾ! അവക്കുവേണ്ട ദിവ്യബോധനം നീയാണ് നൽകുന്നത്. അവ അതനുസരിച്ച് ജീവിക്കുന്നു. അത് കാണുന്ന മനുഷ്യൻ അത്ഭുതപ്പെട്ടുപോകുന്നു. ആ കൊച്ചുജീവിയുടെ സംസാരം മനസ്സിലാക്കുവാനുള്ള കഴിവ് അല്ലാഹുവേ നീ എനിക്ക് നൽകി. മറ്റാർക്കുമില്ലാത്ത ആ അനുഗ്രഹം നീ എനിക്ക് നൽകി. ഞാനെങ്ങനെ നിനക്ക് നന്ദി പറയും? നീ എന്നെയും എന്റെ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു. അതിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള പ്രചോദനം നീ തന്നെ നൽകണമേ. അതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൻ നംല് എന്നാകുന്നു. മേൽപ്പറഞ്ഞ ഉറുമ്പിന്റെ സംഭവം പരാമർശിക്കുന്നതിനാൽ ആ പേര് വന്നു. ഒരു ഉറുമ്പിന് കിട്ടിയ സ്ഥാനം എത്രയോ ഗ്രന്ഥങ്ങളിൽ ആ ഉറുമ്പിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. കൊച്ചുജീവിയായ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന മഹാചക്രവർത്തിയെ വിനയാന്വിതനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ അനുഗ്രഹത്തിനെ എങ്ങനെ നന്ദി പ്രകടിപ്പിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഓരോ അനുഗ്രഹങ്ങൾ വരുമ്പോഴും നാമും അങ്ങനെയായിരിക്കണം. അതിനുവേണ്ടിയാണ് ആ സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരുന്നത്. മഴ പെയ്യാൻ വൈകിയ കാലം. നാട്ടിലാകെ വെള്ളത്തിന് ക്ഷാമം. മനുഷ്യരും ജന്തുക്കളും വല്ലാതെ വിഷമിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആവലാതികൾ വരാൻ തുടങ്ങി. കുടിക്കാൻ വെള്ളമില്ല, ഉടനെ സഹായമെത്തിക്കുക. വെള്ളം എത്തിച്ചുകൊടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിനോക്കി. അതൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. അല്ലാഹു മഴ വർഷിച്ചു തരണം, എന്നാലേ ആവശ്യത്തിന് വെള്ളം ലഭിക്കൂ. മഴയ്ക്കുവേണ്ടി കൂട്ടുപ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. മനുഷ്യരും മറ്റ് ജീവികളും മൈതാനിയിൽ ഒത്തുചേരുക, എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ സ്ഥലം നിശ്ചയിച്ചു, ദിവസവും സമയവും നിശ്ചയിച്ചു. നാട്ടിലാകെ അതുതന്നെയായി സംസാരം. നിശ്ചിത ദിവസമെത്തി എല്ലാവരും മൈതാനിയിൽ സമ്മേളിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഉറുമ്പിന്റെ പ്രാർത്ഥന കേട്ടു. ചെറിയ ഉറുമ്പ് നിലത്ത് മലർന്നു കിടന്ന് കാലുകൾ ഉയർത്തിപ്പിടിച്ച് സങ്കടപ്പെട്ടു പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഉറുമ്പുകളായ ഞങ്ങൾ സൃഷ്ടികളാണ്, ഞങ്ങൾക്ക് ദാഹിക്കുന്നു റബ്ബേ, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണേ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ആഹ്ലാദപൂർവ്വം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കിട്ടിപ്പോയി, മഴ കിട്ടിപ്പോയി.
മറ്റുള്ളവരുടെ പ്രാർത്ഥന കാരണം നമുക്കിതാ ഉടനെ മഴ കിട്ടും. എല്ലാവർക്കും മടങ്ങിപ്പോവാം. മനുഷ്യമഹാസമൂഹവും ജന്തുസമൂഹവും വിശാലമായ മൈതാനിയിൽ നിന്ന് മടങ്ങി. അവർക്കെല്ലാം ആവശ്യമായത്ര മഴ ഒരു ചെറിയ ഉറുമ്പിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു വർഷിച്ചുകൊടുത്തു. പ്രാർത്ഥനയുടെ ശക്തിയാണിവിടെ കണ്ടത്. സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ വല്ലാത്ത ശക്തി കാണും. അത് ഭയപ്പെടണം. ഉറുമ്പിന്റെ പ്രാർത്ഥന കേട്ട റബ്ബ് ഏത് ദുർബലന്റെ പ്രാർത്ഥനയും കേൾക്കും. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠം അതാകുന്നു. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ പരലോക ജീവിതം വിജയകരമാക്കി തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.